ചെയ്ത വണ്ടി അറിയുന്നത്. ഈ വണ്ടിൻ്റെ സീറ്റ് അടിപൊളിയാട്ടോ. ആ തുറന്ന് കാണിച്ചു കൊടുക്കാറില്ലേ? ഒന്ന് ഇരുന്നാ കാലിയ എന്താ പാടുന്നേ? അയിമന്ന് ഇങ്ങനെ ആണ്ടും ഇങ്ങോട്ട് ഒഴുകി ചാടും റബ്ബേ. പിന്നെ നീ ഇരുന്നാക്ക. അല്ല വണ്ടിക്ക് കുഴപ്പമില്ലല്ലേ? ഓക്ക് കൊടുക്ക. ആഴ്ച എങ്ങനെയുണ്ട്? പസർമണ്ട ഇതിന്റെ ബാക്ക് ക്യാമറക്ക് എന്തോ പറ്റിയിരുന്നു. ഞാൻ മുന്നില ബാക്കിലല്ലേ? അല്ല മാണ്ട എന്തായാലും ഇങ്ങോട്ട് വരുമ്പോ വണ്ടി ഉണ്ടായിട്ടാ ഞാൻ തങ്ങളെ ഇതിനടുക്കുണ്ട്. നിങ്ങളെ കാല് മാറ്റിക്കാളി. ചളിയൊക്കെ കാണുന്നുണ്ടാ? ആ മനുഷ്യന്മാരെ മൂടൊക്കെ കളിപ്പോ. അവിടെ നിർത്തിക്കോളി. ഇവിടെ വെക്കി പാപ്പുവാ. ഡയറി മിൽക്ക് അവിടെ അതാ പെട്ടിപ്പോ തന്നെ പൊളിച്ചല് തുടങ്ങി. ഇത് പെരിക്ക് എത്തൂലേ? അല്ല നമ്മളെ പെരിക്ക് ഡെനിയാൾക്ക് എത്തൂലേ? അതന്നെ ഇല്ല ഓടെ ഇല്ലടാ. കാടുണ്ടിട്ടാ കെട്ടെ കെട്ടെ ഉണ്ടാവൂട്ടാ. എന്നാ വാങ്ങിക്കോളെ. അഞ്ഞ് കഴിച്ചേ ഇപ്പൊ എന്ത് പറയുന്നു ഈ നിമിഷത്തിൽ? സന്തോഷണ്ടാ? ആ പറയ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ എല്ലാരും കുഞ്ഞുട്ടിക്കാക്ക് കേക്ക് കൊടുത്തുകാണ്ടേ? കുഞ്ഞുട്ടിക്കാക്ക നമ്മളെ സർപ്രൈസ് വീഡിയോ ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമ്മളെ മക്കള് ഡ്രസ്സ് ഇടാതെ ഇരുന്നു കേട്ടോ. അതായത് ഷർട്ട് ഇടാതെ നിന്നത് കൊണ്ട് നമുക്ക് യൂട്യൂബ് അത് അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ ഒരു നേരം കേട്ടിയതല്ലേ ഇല്ലേ? ഇപ്പൊക്കെ കച്ചൊന്നും മോർച്ചില്ല. തണുപ്പുണ്ടെന്നേ മതി. ആ കൈമട്ടണ്ട ഇപ്പ ഇത് പഞ്ഞീന് ഐസ് വിട്ടിട്ടില്ല. ഐസ് പോവില്ലല്ലോ. പഞ്ഞീനൊക്കെ വലിയ മാതാവിന്റെ വലിപ്പുണ്ട്.
ഇതാണ് മേത്ത് കാര്യം സലമോന്റെ തല. അതാണ് സലമോന്റെ തല. പൊളിച്ചതാ നിങ്ങള്? പൊളിച്ചതാ? അങ്ങനത്തെ ഇതാണ് അയക്കോറ. കഴിഞ്ഞാ അങ്ങനെ പെട്ടിപ്പൊളിക്കലൊക്കെ കഴിഞ്ഞതാ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു സർപ്രൈസുമായിട്ട് ആൾക്കാർ എത്തിയത് കേട്ടോ. കുഞ്ഞുട്ടിൻ്റെ ഫ്രണ്ട്സുകളാണ്. അങ്ങനെ ഒരു സർപ്രൈസുമായിട്ട് ഇരിക്കുമ്പോഴാണ് വേറൊരു സർപ്രൈസ് എത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിന് കേക്കൊന്നും കട്ടയിലില്ല ഒന്നില്ലേന്ന്. അപ്പോൾ കേക്കുമായിട്ട് ഫ്രണ്ട്സ് എത്തിയപ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ടോ. അങ്ങനെ അത് ആ കേക്ക് മുറിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. കിട്ടുകയാണെങ്കിൽ ഇതൊന്നും ചെല്ലാനെ കൂടെ ചെല്ലാൻ ജവാബല്ല ആളെ കിട്ടി. ഇത് എത്രാമത്താണ്? അങ്ങനെ അവർ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഓടാണ് കേട്ടോ. ഭക്ഷണം ഒന്നും കഴിക്കാതെ അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ച് അവരെ ഭക്ഷണം കഴിപ്പിച്ച്. അവർ വരുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ മരുമോൻക്ക് 33 വയസ്സായി എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് 45 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ ഇന്ന് 2 സർപ്രൈസുമായിട്ട് ഇന്ന് സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ ഒരുപാട് നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, സർപ്രൈസ് മരുമോൻക്ക് അമ്മശാങ്ക കൊടുക്കുന്നിടത്തും പിന്നെ കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നിടത്തും ഒക്കെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മളെടുത്തൊരു പിഴ പറ്റിയത് എന്താ വെച്ചാൽ, നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ആയിഷ മോള് ഉടുപ്പ് അയച്ചിട്ടിരുന്നു. ഉടുപ്പ് അയച്ചിട്ടിട്ട് പിന്നെ ഇത് ഇട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇടുന്ന സാധാരണ ട്രൗസർ ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അവൾ ഷർട്ട് ഇട്ടില്ല, അതാണ് പയച്ചത്. പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ യൂട്യൂബ് ഞാൻ വീഡിയോ ഒക്കെ 2 ദിവസം വെച്ച് എഡിറ്റ് ചെയ്ത് നന്നാക്കി നല്ല ഭംഗിയിലൊക്കെ ആക്കി ഇട്ടപ്പം പക്ഷേ യൂട്യൂബ് അത് ശ്രദ്ധിച്ചു. പക്ഷേ യൂട്യൂബ് നമുക്ക് ഒരു കോലത്തിലും നമുക്ക് അത് എന്ത് ചെയ്യാൻ സമ്മതിച്ചില്ല, അപ്ലോഡ് ചെയ്യാൻ സമ്മതിച്ചില്ല കേട്ടോ. പബ്ലിക് ആക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ കുറേ ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി സംഭവം ഇതാണെന്ന്. അങ്ങനെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിലൊരുപാട് നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് തൽക്കാലം നമുക്കത് അവിടെ ഒഴിവാക്കി പിന്നെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്തത്. കുറച്ചൊക്കെ വോയിസ് കൊടുത്തിട്ടുള്ളൂ, തിരക്ക് കാരണമാണ്. ഏതായാലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്. അസ്സലാമു അലൈക്കും.